ഹായ് ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലാക്കി തരുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. മലയാളത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷിലേക്ക് എങ്ങനെ തർജ്ജമ ചെയ്യാൻ സാധിക്കും, അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം, എന്നാൽ ഈ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള പുതിയ മാറ്റം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്നാണ്. വളരെ പോപ്പുലറാണ്, വളരെ പഴയ ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോൺവെർസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടു മലയാളമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത ഓപ്ഷനിൽ നിങ്ങൾ മലയാളം സെലക്ട് ചെയ്യുക. ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മലയാളം എന്നുള്ള ഈ ഭാഗത്ത് ടച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഇംഗ്ലീഷിലാക്കേണ്ടത് അതിവിടെ പറയുക. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റുകളായി അറിയിക്കുക. ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതേപോലെ നിങ്ങൾ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് ഈ ആപ്ലിക്കേഷൻ തർജ്ജമ ചെയ്തു തരും. ഇനി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ആരോ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒന്നും സാധാരണ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്നിടത്തു നിന്നും നിങ്ങൾക്ക് ഇത് കോപ്പി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ചും ഇതിൽ വന്ന മാറ്റത്തെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞു കാണും. അറിയാമെങ്കിൽ നല്ല കാര്യം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.